ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ദാ ഞാൻ ചീരിനി ഉണ്ടാക്കുന്നത് ബറാത്തിരാവ് ആയതുകൊണ്ട് നമുക്കൊന്ന് പ്രത്യേകിച്ചുള്ള ഒരു ദിവസമാണല്ലോ. അപ്പോൾ അതിലേക്ക് ചീരിനി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. അതിന് പാൽവാഴക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ചവ്വരി ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഇടാനുള്ള പഴം ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാവിനരിയൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ തീയിലേക്കാണ്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു അടുപ്പത്ത് ഞാൻ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ കുറേ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാനൊന്ന് വറുത്തത്. പിന്നെ അതേ ഓയിലിൽ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച പഴം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റിയെടുത്തിട്ട് ഇതിലിടുമ്പോൾ വേറൊരു ടേസ്റ്റാട്ടോ. അതിപ്പോൾ നമ്മൾ വഴറ്റാതെ ഇട്ട് കൊടുത്താൽ അത് വേറൊരു ടേസ്റ്റ്. അപ്പം അത്യാവശ്യം പാലൊക്കെ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അത്യാവശ്യം നല്ലോണം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പൊടിച്ച ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഒരു പിഞ്ചുപ്പും എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ തിളപ്പിച്ചു. പഞ്ചസാരയൊക്കെ അതിൽ പിടിച്ചു വരുന്ന അത്രയും നേരം തിളപ്പിച്ചു. അപ്പൊ ഇത് അത്യാവശ്യം ലൂസ് കൂടുതലും ഇല്ല, എന്നാൽ ടൈറ്റ് ആയിട്ടും ഇല്ല, അങ്ങനെ ഒരു പാകത്തിലായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തു. സെറ്റായി നമ്മുടെ പാൽവാഴക്ക. ഇനി നമുക്ക് ബാങ്ക് കൊടുക്കണ വരെ കാത്തിരിക്കാം. അപ്പൊ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നല്ല ലൂസും ഇല്ല കേട്ടോ, എന്നാലും അത്യാവശ്യം കോരി കഴിക്കാനുള്ള പാകത്തിലാണ്. ഇനി അഥവാ ഒരുപാട് ലൂസാണെങ്കിൽ വെള്ളം ഒഴിക്കരുത്, പാൽ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചാൽ നമുക്ക് വെള്ളപ്പുളിപ്പുണ്ടാവും. അപ്പൊ ഞാൻ പാൽ ഒഴിക്കാന്ന് വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിച്ച് നമുക്ക് യാസീനൊക്കെ 3 ഓതി കഴിഞ്ഞിട്ട് നമ്മൾ ചീരിനിയൊക്കെ കഴിച്ചു. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് ഈ കൊല്ലം എല്ലാ ഐശ്വര്യവും എല്ലാ വർക്കത്തും ഉണ്ടാവാനുള്ള എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.